ADHD കുട്ടികൾക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ കഴിയില്ല, ശ്രദ്ധിക്കാൻ കഴിയില്ല. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് എത്തുമ്പോൾ ആരെങ്കിലും ഹാൻഡ്സ് കൊടുക്കും. ഹാൻഡ്സ് ഉപയോഗിച്ചപ്പോൾ നിക്കോട്ടിനാണ് അവർ അറ്റൻഷൻ കൂട്ടി, പതുക്കെ ഹാൻഡ്സിന്റെ ഉപയോഗം കൂട്ടി. പിന്നെ അവർ സിഗരറ്റ് കൊടുത്തു. സിഗരറ്റ് ഉപയോഗിക്കുമ്പോൾ ആ കുട്ടിക്ക് പണ്ടത്തെ കുറച്ചുകൂടി ശ്രദ്ധ കുറച്ച് കൂടി. ജന്മന തന്നെ ഉണ്ടാകുന്നതാണോ അതോ കാലക്രമേണ അവരുടെ എന്തെങ്കിലുമൊക്കെ കോണ്ടെക്സ്റ്റുവലായിട്ടുള്ള അവരുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു അസുഖത്തിലേക്ക് വീഴുന്നതാണോ? ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. ആ റിസർച്ചിൽ പറയപ്പെടുന്ന വെച്ചാൽ ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ്, ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. അതായത് ബൈ ബർത്ത് ആ കുട്ടിക്ക് ഉണ്ട്, പക്ഷെ ആ രോഗലക്ഷണം കാണിക്കാനുള്ള സമയം കുറച്ച് വൈകുന്നുള്ളൂ. അത് ആ കുട്ടി എന്ന് ചെയ്തുകൊണ്ടുള്ള കുറ്റമൊന്നുമല്ല, ബൈ ബർത്തുള്ള ഒരു അസുഖമാണ്, ജനറ്റിക് ആണ്. അപ്പൊ അത് എന്താ ചികിത്സിക്കണം? അതുകൊണ്ട് അവരുടെ ബ്രെയിനകത്ത് ചില കെമിക്കൽസുകൾ, ന്യൂറോ കെമിക്കൽസ് ഡെഫിസിറ്റ് ഉണ്ടാവും, കുറവുണ്ടാവും. അപ്പൊ അതുവഴി വരുന്ന രോഗമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഈ മെഡിസിനെ പറ്റി ഡോക്ടർ പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ മെഡിസിൻ എന്ന് പറഞ്ഞാൽ പൊതുവേ നിങ്ങളിപ്പം ഡോക്ടർ പറഞ്ഞ മെഡിസിനൊന്നും നമുക്കത്ര പരിചയമില്ലാത്ത, സാധാരണ ഡോക്ടേഴ്സ് എഴുതാത്ത മെഡിസിൻസ് ആണല്ലോ സൈക്കാട്രിസ്റ്റുകൾ എഴുതുക. കാരണം മനസ്സിനെ ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ആണല്ലോ. അപ്പോൾ ഈ മെഡിസിൻസ് എത്രത്തോളം നമ്മുടെ ശരീരത്തിന് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്, മറ്റുള്ള മെഡിസിനേക്കാളും കുറച്ചും കൂടി സിവിയർ ആണോ? കാരണം അത് വളരെ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സംഭവം കൂടിയാണല്ലോ. അപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഇവൻ്റെ മാനസിക നിലയൊക്കെ തകരാറാവാനൊക്കെ ഈ മെഡിസിൻ തന്നെ കാരണമാവുമോ? അപ്പോൾ ഡോക്ടർ അതിനെങ്ങനെയാണ് ഡീൽ ചെയ്യാറുള്ളത് മെഡിസിൻസിനെ? ഇത് ശരീരത്തിന് എന്തെങ്കിലും ദോഷം, ഇപ്പോൾ 6 മാസം തുടർച്ചയായിട്ടൊക്കെ കഴിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കാട്രിക് ലെവലിലൊരു മെഡിസിൻ കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു പേടി പോലെയാണ് തോന്നാറുള്ളത്. അപ്പോൾ അതിനെങ്ങനെയാണ് ഡോക്ടർ നോക്കി കാണുന്നത്? നമ്മൾ മനസ്സിലാക്കുന്ന ഈ മെഡിസിൻസ് അത്രയധികം റിസർച്ച് നടത്തി ഇന്റർനാഷണലി ഈ കുട്ടികൾക്ക് ഒരു മരുന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്ര റിസർച്ച് നടത്തിയാണ് മരുന്ന് ഒരു മാർക്കറ്റിൽ ഇറങ്ങുന്നത്. പിന്നെ ഏത് മരുന്ന് ഞാൻ തുടങ്ങും, ഏറ്റവും ചെറിയ ഡോസ്, ഞാനൊരു ഗുളികയുടെ 1/4 4 ഭാഗം വെച്ച് തുടങ്ങാം. ഏറ്റവും ചെറിയ ഡോസ് തുടങ്ങി പതുക്കെ ഡോസ് കൂട്ടി ഒരു എഫക്റ്റീവ് ഡോസ് ആവുന്നതിന് ഞാനൊരു 3 ആഴ്ച 4 ആഴ്ച കൊടുക്കും. ആ കുട്ടി കിട്ടേണ്ട ഡോസ് ആവുന്നതിന് 3 ആഴ്ചകൾ പതുക്കെ ഞാൻ ഡോസ് കൂട്ടുള്ളൂ. അപ്പോൾ അതിന് ഓരോ ആഴ്ചയിലും നമ്മൾ ഫോളോ അപ്പ് ചെയ്യും, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ. കാരണം യൂഷ്വലി വളരെ ചെറിയ ഡോസ് തുടങ്ങിയാൽ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല, വളരെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ ഞാനിപ്പോൾ ഒരു 5 വർഷത്തെ പ്രാക്ടീസിനകത്ത് ഒരു 1000-ലധികം ആൾക്കാരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ADHD. അതിനകത്ത് ഇതുവരെ ഒരു സൈഡ് എഫക്റ്റ് വളരെ മിനിമമായി കണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് മോളിക്യൂള് നമ്മൾ ആ കുട്ടിക്ക് നോക്കുക. ഓരോ കുട്ടിയുടെ അസുഖത്തിൻ്റെയും ഇതും ലക്ഷണം വെച്ചിട്ട് നമ്മൾ ഏറ്റവും നല്ലൊരു മോളിക്യൂള് മരുന്ന് തുടങ്ങും, ഏറ്റവും ചെറിയ ഡോസ് തുടങ്ങും. അവരെ എല്ലാ ആഴ്ചയിലും കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യും. അതുപോലെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കാറുണ്ട്, അവർക്ക് എന്തുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പ് ചെയ്യാം. അങ്ങനെ നല്ല മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് വളരെ മിനിമം ആണ്. എനിക്ക് വളരെ സക്സസ് റേറ്റ് ഉള്ള ഒരു മേഖലയാണ് ADHD. കാരണം ഒരുപാട് രോഗികൾ പലപ്പോഴും ഡോക്ടറെ എൻ്റെ കുട്ടിക്ക് ADHD ഉണ്ട്, ഡോക്ടറുടെ ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു, എൻ്റെ കുട്ടിക്ക് എന്തായാലും മരുന്ന് വേണം, ആ മരുന്ന് കഴിച്ചിട്ട് ഒരുപാട് ആളുകൾ നല്ല ഇമ്പ്രൂവ്മെന്റ്. ഈവൻ ഈ കുട്ടികളല്ല, അവർ കൂടുതൽ ആളുകൾ, അവർ ഉമ്മ, അവർ സ്കൂളിൽ നിന്ന് പറയും ഈ മോൻ പഴയ മോൻ 2 മാസമായിട്ട് എന്തോ മാറ്റണല്ലോ, അങ്ങനെ പറഞ്ഞ ഒരുപാട് ടീച്ചേഴ്സ്. ഇപ്പം എനിക്കൊരു കോട്ടക്കലിലെ അനുഭവം എന്ന് പറഞ്ഞാൽ പല ടീച്ചേഴ്സ് എൻ്റെ പേരും എൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ട് വിടാറുണ്ട്. അത് ഇത്ര തുറന്ന് ആ ടീച്ചേഴ്സ് എൻ്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ വിടും. ഓക്കെ. അപ്പോൾ ഈ ADHDയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓരോ കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ADHD കുട്ടികളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഈ ഒരു അവസ്ഥ പല കാരണം കൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ചോദ്യം. അതായത് പ്രായമായ ആളുകൾക്കും ഇത് ഉണ്ടായിക്കൂടെ എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും ഞാൻ ഡോക്ടറിങ്ങനെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങനെ എന്നെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. അപ്പം നമ്മൾ മൊബൈൽ ഫോണ് ഉപയോഗിക്കുക, സ്ഥിരമായിട്ട് റീലുകൾ കാണുക, അങ്ങനത്തെ ആളുകളൊക്കെ അവർക്ക് ഇപ്പം ഒരു വർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻ, ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ചെറിയ കുട്ടികളൊന്നും അവർ വലിയ ആൾക്കാർ തന്നെയായിരിക്കും. അപ്പോൾ ഇത് ജനറ്റിക്കലി ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് ഇതേപോലെയുള്ള ഉപകരണങ്ങൾ കൊണ്ട് നമ്മൾ ഇതേപോലെയുള്ള ഫോണുകളിലും റീലുകളൊക്കെ പറഞ്ഞാൽ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ അത് നമ്മളെ കണ്ണിൽ നിന്ന് പോവുകയാണല്ലോ. അപ്പോൾ അപ്പം തന്നെ നമുക്ക് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് നമ്മളെ ബ്രെയിൻ മാറുന്നുണ്ടോ എന്നൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. അപ്പം ഇത് വലിയ ആളുകളിൽ എങ്ങനെയാണത് ഉണ്ടാവാറുള്ളത്? അതിനെ എന്തെങ്കിലും ആ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താണ് ഒരു ആൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എന്താണ് ആൾ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒരു സമൂഹത്തിലെ 10% കുട്ടികൾക്ക് ADHD ഉണ്ട്. ഇവര് വലുതായി എത്ര ശതമാനം ആളുകൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൈക്കാട്രിസ്റ്റിനൊക്കെ കാണാൻ വരുന്നുണ്ട്? 1% താഴെ. അതിൽ തന്നെ 1% താഴെ.
വളരെ ആൾക്കാർ കുറച്ച് പേരെ ട്രീറ്റ് ചെയ്യാൻ വരുള്ളൂ. കാരണം ഭയങ്കര പല കാരണം കൊണ്ട്. പക്ഷേ ഈ 10% ആൾക്കാർ വലുതായി അഡൾട്ടായി. അതിൽ 90% പാരൻസിനും ഇതൊരു അസുഖമാണ് എന്ന് അവർ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കുട്ടികളുടെ ഒരു അല്ലേ, അവർ നോർമലൈസ് ചെയ്യും. അത് കുഴപ്പമില്ല, നോർമലായി കുട്ടികൾ പറയും. പക്ഷേ അവൻ വലുതാവും, അവൻ വലുതായി. ADHD കുട്ടികൾക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ കഴിയില്ല, ശ്രദ്ധിക്കാൻ കഴിയില്ല, ഒരു ജോലിയൊന്നും അവനെ ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ സംഭവിക്കുക എന്താ, ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ആരെങ്കിലും ഹാൻഡ്സ് കൊടുക്കും. ഹാൻഡ്സ് ഉപയോഗിച്ചപ്പോൾ നിക്കോട്ടിനാണ് അവർ അറ്റൻഷൻ കൂട്ടി, പതുക്കെ ഹാൻഡ്സിന്റെ ഉപയോഗം കൂട്ടി. പിന്നെ അവർ സിഗരറ്റ് കൊടുത്തു. സിഗരറ്റ് ഉപയോഗിക്കുമ്പോൾ ആ കുട്ടിക്ക് പണ്ടത്തെ കുറച്ചുകൂടി ശ്രദ്ധ കുറച്ച് കൂടി. അപ്പോൾ അവൻ അത് ഉപയോഗിച്ച് തുടങ്ങും. പിന്നെ അവൻ വിചാരിക്കും നെക്സ്റ്റ് ലെവൽ പോകാൻ, അപ്പോൾ ആരും ഒരു ബിയർ കൊടുക്കും. അപ്പം ഈ ശ്രദ്ധ അവന് പിന്നെ ഉണ്ടാവുക എന്നുള്ളത് അവൻ്റെ ഒരു ആവശ്യമായിട്ട് അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് അവര് എന്ത് ചെയ്യും, ഡ്രഗ്സ് യൂസ് ചെയ്യും. അപ്പം ഈ ശ്രദ്ധയില്ലായ്മ ശരിക്കും അവന് അത് ഒരു പ്രശ്നമായിട്ട് അവന് ഫീൽ ചെയ്യാറുണ്ട് എന്നർത്ഥം. അതെ, അതിന് അവര് ട്രീറ്റ്മെന്റ് അവർ സെൽഫ് മെഡിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിലെ ലഹരി വസ്തുക്കളാണ്. അപ്പോൾ ADHD ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു തുടങ്ങും. അതെന്തിനാ, സെൽഫ് മെഡിക്കേറ്റ് ചെയ്യാണ്, സ്വയം ചികിത്സിക്കുകയാണ് അവര്. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അത് ചെയ്യുന്നത്, അതോ ഒരു 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ കുട്ടി ഹാൻഡ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന അടിസ്ഥാന കാരണം പലപ്പോഴും ADHD നമ്മൾ ഡയഗ്നോസ് ചെയ്യാതെ ട്രീറ്റ്മെന്റ് ചെയ്യാത്ത കാരണം കൊണ്ടാണ്. പിന്നീട് സംഭവിക്കുക എന്താ, അവന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. ഈ ആള് ഇമ്പൾസീവ് ആയിരിക്കും. അവർക്ക് മുൻ ചാട്ടം കൂടുതലേക്ക് വരും, മുൻ കോപം കൂടുതലേക്ക് വരും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും വരും വരാനെ കുറിച്ച് ചിന്തിക്കൂല. ഈ ആളുകൾ പതുക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് പോകും. പൈസ മോഷ്ടിക്കുക, വാഹനങ്ങൾ സ്പീഡിൽ ഓടിക്കുക, റാഷ് ഡ്രൈവിംഗ് ചെയ്യുക, പതുക്കെ മറ്റു ലഹരിക്ക് പോവുക, മദ്യം, കഞ്ചാവ്. പിന്നീട് സമൂഹത്തിൽ ക്രിമിനൽസ് ആയിട്ട് മാറുന്നത്. പിന്നീട് അവരെന്താവും, ക്രിമിനൽസ് ആവും. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ജയിലിലെ സ്റ്റഡിയൊക്കെ ഉണ്ട്. 30% ജയിൽ പുള്ളികളും ADHD പേഷ്യൻസ് ആണ്. ചൈൽഡ്ഹുഡിൽ അവർ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ട് അവർ ഒരു ഒപ്പോഷൻ ഡിവിഷൻ ഡിസോർഡർ ODD എന്ന് പറയും, പിന്നീട് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയും, അത് കഴിഞ്ഞ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ASPD എന്ന് പറയും. പിന്നെ പ്രോപ്പർ ക്രിമിനൽസ് ആവും. 30% ആൾക്കാരും ഈ ക്രിമിനൽസ് പറയുന്നത് ADHD ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത് കൊണ്ടാണ്. ഇനി സപ്പോസ് അവരിതൊന്നും ആയില്ല, ഇവർ ഒരു ജോലിക്കെടുത്തു, ജോലിക്കെടുത്ത് അത് ശ്രദ്ധിക്കാൻ കഴിയുമോ? ഇല്ല. ഒരു ജോലി ഒരു പൂർത്തിയാക്കുമ്പോൾ എത്രത്തോളം മിസ്റ്റേക്ക് വരുത്തും. ഇത് നമ്മൾ അഡൾട്ട് ADHD എന്ന് പറയും. ഇപ്പൊ നമ്മൾ പ്രമുഖ നടൻ പറഞ്ഞു അയാൾക്ക് ADHD ഉണ്ടെന്ന്. സത്യമായിരിക്കും, സത്യം തന്നെ ആയിരിക്കും. അയാൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല.